Peace be upon you. You're watching a video from Yaqeen Institute from Youth Conversation. For more, please stay tuned. ബിസ്മില്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വസ്തഗ്ഫിറുല്ലാഹ്. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം നവവിയുടെ 40 ഹദീസുകളിൽ 7ാമത്തെ ഹദീസിലേക്ക് നമുക്കിന്ന് പ്രവേശിക്കാം. അൻ അബി റുഖിയ തമീം ഇബ്നു ഔസ് അദ്ദാരി റളിയല്ലാഹു അൻഹു അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അദ്ദീനു അൻ-നസീഹ ഖുൽനാ ലിമൻ യാ റസൂലല്ലാഹ് ഖാൽ ലില്ലാഹ് വലികിതാബിഹി വലിറസൂലിഹി വലിഅഇമ്മത്തിൽ മുസ്ലിമീൻ വഅമ്മത്തിഹിം. റവാഹു മുസ്ലിം റഹ്മഹുല്ലാഹ്. തമീം ഉദ്ദാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണിത്. ഹിജ്റ 9 ഇസ്ലാം സ്വീകരിച്ച് മദീനയിലെത്തിയ ഫലസ്തീനിലെ പ്രസിദ്ധനായ ക്രൈസ്തവ പുരോഹിതനും ഭക്തനുമായിരുന്നു തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. റസൂലിനെ കുറിച്ച് കേട്ടറിഞ്ഞും ഇസ്ലാമിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചുമാണ് അദ്ദേഹം മദീനയിലെത്തിച്ചേരുന്നത്. കുറഞ്ഞ കാലം മാത്രമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹത്തിന് സ്വഹാബിയായി കഴിഞ്ഞുകൂടാൻ സാധിച്ചത്. നഈം ബിൻ ഔസുദ്ദാരി എന്ന സഹോദരന്റെ കൂടെയായിരുന്നു ഇസ്ലാം ആശ്ലേഷണം. ഷാമിലൂടെ ധാരാളം വിളക്കുകളും എണ്ണയും തിരികളുമൊക്കെ ആയിട്ടാണ് അദ്ദേഹം മദീനയിലെത്തിയത്. ഇദ്ദേഹം വന്നതിന് ശേഷമാണ് മസ്ജിദ് നബവിയിൽ ആദ്യമായി വിളക്ക് തെളിഞ്ഞതും. തൂണുകളിലെല്ലാം വിളക്കുകൾ കൊളുത്തി വെളിച്ചം പകർത്തിയപ്പോൾ സന്തോഷാധിക്യത്താൽ റസൂൽ പറഞ്ഞു, തമീമുദ്ദാരി, താങ്കളുടെ ഇരുലോകവും അള്ളാഹു വെളിച്ചം നിറക്കട്ടെ എന്ന്. മാത്രമല്ല, എനിക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ താങ്കൾക്ക് ഞാൻ കെട്ടിച്ചു തന്നേനെ എന്ന് പോലും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മറ്റൊരു സ്വഹാബി പറഞ്ഞു, റസൂലേ, എനിക്കൊരു മകളുണ്ട്, ഞാൻ ഇദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തോട്ടെ എന്ന്. അങ്ങനെ അതൊരു വിവാഹ മുഹൂർത്തമായി മാറുകയും ചെയ്തു. 40ാം വയസ്സിൽ വഫാത്തായ ഇദ്ദേഹത്തെ ബൈത്തു ജിബ്രീൽ എന്ന് പറയുന്ന ഇന്നത്തെ സെൻട്രൽ ഇസ്രയേലിലുള്ള ഒരു പള്ളിയുടെ മക്ബറയിലാണ് മറമാടിയത്. ഇദ്ദേഹം ഏറെ വിശ്രുതനായിരിക്കുന്നത് ജസ്സാസയുടെയും ദജ്ജാലിൻ്റെയും ഹദീസ് റിപ്പോർട്ട് ചെയ്ത വ്യക്തി എന്ന നിലക്കാണ്, അല്ലെങ്കിൽ ആ കഥയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം എന്ന നിലക്കാണ്. അതിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നത് നമ്മുടെ ഉദ്ദേശമല്ല. ഏതായാലും നമുക്ക് ഹദീസിലേക്ക് വരാം. ഈ ഹദീസിൻ്റെ ദർജയെക്കുറിച്ച് ധാരാളം പണ്ഡിതന്മാർ വാചാലരായിട്ടുണ്ട്. ഇമാം നവവി തന്നെ പറയുന്നു, ഹദ ഹദീസ് അലീമുഷാൻ, വളരെ മഹത്തായ ഉള്ളടക്കമുള്ളൊരു ഹദീസാണിത്. വ അലൈഹി മദാറുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ സുപ്രധാന കേന്ദ്രമായി, ഭ്രമണ പദമായി ഇതിനെ മനസ്സിലാക്കാം. വ അമ്മാ മാ ഖാലഹു ജമാഅത്തും മിനൽ ഉലമാ ഇന്നഹു അഹദു അർബഇൽ ഇസ്ലാം, ഉലമാക്കളൊക്കെ പറയുന്നത് ഇസ്ലാമിലെ സുപ്രധാനമായ 4 ഹദീസുകളിൽ പെടുന്ന ഒന്നാണിത് എന്നാണ്. ഐ അൽ അഹാദീസുൽ അർബ അല്ലത്തി തജ്മഉ ഉമൂർ അൽ ഇസ്ലാം, ഇസ്ലാമിലെ സുപ്രധാനമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന 4 ഹദീസുകളിൽ ഒന്നാണ് ഇത് എന്ന്. ഫലൈസ കമാ ഖാലു ബൽ അൽ മിദാറു അലാ ഹാദാ വഹദ, ഇത് മാത്രമാണ് ഇസ്ലാമിന്റെ കേന്ദ്രം എന്നല്ല, മറിച്ച് അക്കൂട്ടത്തിൽ ഒന്നായിട്ട് ഇതിനെ കണക്കാക്കാമെന്ന്. നമുക്ക് ഹദീസിന്റെ അർത്ഥം പരിശോധിക്കുകയാണെങ്കിൽ, അന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അദ്ദീനു അൻ-നസീഹ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീൻ എന്നാൽ അത് ഗുണകാംക്ഷയാണ്. കുൽന ലിമൻ യാ റസൂലല്ലാഹ്, അപ്പോൾ നമ്മളൊക്കെ ചോദിച്ചു, ആരോടുള്ള ഗുണകാംക്ഷയാണ് റസൂലെ? ഖാൽ, അപ്പം അദ്ദേഹം പറയുകയാണ്, ലില്ലാ, അള്ളാഹുവിനോട്, വലി കിതാബിഹി, അവന്റെ വേദത്തോട്, വലി റസൂലിഹി, അവന്റെ ദൂതനോട്, വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിം നേതൃത്വത്തോടും, വ ആമ്മത്തിഹിം, പൊതുജനങ്ങളോടും, ഇവരോടൊക്കെയുള്ള ഗുണകാംക്ഷയാണത്രേ ദീൻ എന്നത്. അൻ-നസീഹ എന്ന പദത്തിന് അർത്ഥം യഥാർത്ഥത്തിൽ ഇഖ്ലാസ് എന്നാണ്. നിഷ്കളങ്കതയോടെ, ആത്മാർത്ഥതയോടെ ഇടപഴകാനുള്ള ശ്രമത്തെയാണ് അൻ-നസീഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇറാദത്തുൽ ഖൈറി ലിൽ മൻസൂഹ്, ഉപദേശിക്കപ്പെടുന്ന അല്ലെങ്കിൽ മറുവശത്തുള്ള ആളുടെ ഖൈറിനെ, നന്മയെ കാക്ഷിക്കലാണ് നസീഹ എന്ന് പറയുന്നത്. അപ്പോൾ മേൽപ്പറഞ്ഞ ആളുകളോടൊക്കെയും നമുക്ക് നന്മ നിറഞ്ഞ ഗുണം കാക്ഷിക്കുന്ന ഒരു പ്രത്യേക ആത്മാർത്ഥമായ ഭാവമാണ് ഉണ്ടാകേണ്ടത്. അപ്പോഴേ നമ്മുടെ ദീനിന്റെ ആത്മാവിനെ നമ്മൾ തിരിച്ചറിയുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം. സമാനമായി റസൂൽ അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഹജ്ജ് എന്നാൽ അറഫയാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫ മാത്രമല്ല, ഇഹ്റാമും തവാഫും സഅയും ഒക്കെ കൂടി ചേർന്നതാണ്. പക്ഷെ അതിലേറ്റവും സുപ്രധാനമായ കാര്യത്തെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ മുഴപ്പിച്ചു കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ഒരു പ്രയോഗം നടത്തുന്നത്. എന്നതുപോലെ ദീനെന്ന് പറയുന്നത് കേവലം ഗുണകാംക്ഷ മാത്രമല്ലെന്ന് നമുക്കറിയാം. പക്ഷെ ദീനിന്റെ ഒഴിവാക്കാൻ പറ്റാത്ത അവിഭാജ്യമായ ഒരു ഘടകമാണ് ഗുണകാംക്ഷ എന്ന് ദ്യോതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇவ்விധം റസൂൽ സംസാരിക്കുന്നത്. പക്ഷേ ശേഷം പറയുന്നത് വ്യത്യസ്ത ആളുകളോട് അല്ലെങ്കിൽ വ്യത്യസ്ത വിഭാഗങ്ങളോടുള്ള നസ്വീഹത്താണെന്നാണ്. സ്വാഭാവികമായും അവിടങ്ങളിലെല്ലാം അൻ നസ്വീഹ എന്ന പദത്തിന്
വിവിധങ്ങളായ അർത്ഥതലങ്ങൾ, മാനങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒന്നാമത് അന്നസീഹത്തുലില്ല, അള്ളാഹുവിനോട് നസീഹത്തുണ്ടാകണം. അതെങ്ങനെയാണ് പ്രയോഗവൽക്കരിക്കുന്നത്? അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് അൽ ഇഖ്ലാസുല, അള്ളാഹുവിനോട് തികഞ്ഞ ആത്മാർത്ഥത ഉണ്ടാവണം, നിഷ്കളങ്കമായ സമീപനമായിരിക്കണം അള്ളാഹുവിനോട്. ബിൽ ഇഅ്തിറാഫി ബി വഹദാനിയ, അവൻ്റെ ഏകത്വം അഥവാ തൗഹീദിനെ തിരിച്ചറിയുന്ന കാര്യത്തിൽ, തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനെ ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ വെള്ളം ചേർക്കുകയോ കളങ്കപ്പെടുത്തുകയോ ചെയ്യരുത്. വതഫറുദിഹി ബി സിഫാത്തിൽ കാമിൽ, സമ്പൂർണമായ അവൻ്റെ ഗുണവിശേഷങ്ങളെല്ലാം അവനിൽ മാത്രം പരിമിതമാണെന്നും ഉറച്ചു ബോധ്യപ്പെടണം. ലാ യുശാരിക്കുഹു ഫീഹാ ബി വജ്ഹിൻ മിനൽ വുജൂഹ്, ഒരു നിലക്കും ഒരു വിധത്തിലും അള്ളാഹുവുമായിട്ട് മറ്റൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ഷിർക്കിന്റെ ഒരു കണിക പോലും സംഭവിക്കാൻ പാടില്ല. വൽ ഖിയാമു ബി ഉബൂദിയതിഹി ളാഹിറൻ വ ബാത്തിനൻ, പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലാം അള്ളാഹുവിന് വിധേയപ്പെടുന്ന, അവൻ്റെ അടിമയായിത്തീരുന്ന, അവൻ്റെ ദാസനായിത്തീരുന്ന ഒരവസ്ഥയുണ്ടാവണം. വൽ ഇനാബത്തു ഇലൈഹി ഫി കുല്ലി വഖ്തിൻ ബിൽ ഉബൂദ വത്വലബ്, ഓരോ നേരവും ഇബാദത്ത് കൊണ്ടും അവനോടുള്ള പ്രത്യേകമായ അഭ്യർത്ഥനയും പ്രാർത്ഥനയും ഒക്കെ മുൻനിർത്തിയും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിക്കൊണ്ടിരിക്കണം. റഗ്ബത്തം വറഹബ, അവനിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചും അവനെ ഭയന്നുകൊണ്ടും. മഅ തൗബത്തി വൽ ഇസ്തിഗ്ഫാരി ദായിം, നിലക്കാത്ത മുറിഞ്ഞു പോകാത്ത തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ മുതൽക്കൂട്ടായിരിക്കുകയും വേണം. ഇவ்விധം അള്ളാഹുവിനെ മനസ്സിലാക്കുന്നിടത്തും അവന് മുന്നിൽ വഴിപ്പെടുന്നിടത്തും അവന് സമർപ്പിക്കുന്നതിലും അവൻ്റെ വിനീത വിധേയ ദാസനായി തീർന്നിടത്തും കളങ്കമേതും ഉണ്ടാകാത്ത വിധം സുതാര്യമായി അടിമപ്പെടുന്നതിനാണ് അന്നസീഹത്തുലില്ല എന്ന് പറയുന്നത്. അടുത്തത് നസീഹത്തുലിൽ കിതാബ്, അവൻ്റെ വേദത്തോട് അഥവാ ഖുർആനിനോട് നസീഹത്തുണ്ടാവണം. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ബിഹിഫ്ലിഹി വതദബ്ബുരിഹി, ഖുർആനിനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് അതിനെ നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കാൻ ശ്രമിക്കണം. അതിലെ അക്ഷരങ്ങളും വാചകങ്ങളും വാക്യങ്ങളും ആശയങ്ങളും എല്ലാം നമ്മൾ മനനം ചെയ്തും ചിന്തിച്ചും ആലോചിച്ചും നമ്മുടെ നിരന്തരമായ ബൗദ്ധിക പ്രക്രിയയുടെ ഭാഗമാക്കിയും അതിനെ നമ്മിലേക്ക് ചേർത്തു പിടിക്കണം. വതഅല്ലുമി അൽഫാലിഹി വമആനി, അതിൻ്റെ അക്ഷരങ്ങളും ആശയങ്ങളും എല്ലാം പഠിക്കുന്നതിലൂടെയും. വൽ ഇജ്തിഹാദി ഫിൽ അമലി ബിഹി ഫി നഫ്സിഹി വഗൈരി, തന്റെയും മറ്റുള്ളവരുടെയും എല്ലാം ജീവിതത്തിൽ ഇതിനെ പ്രാവർത്തികമാക്കുന്നതിലും പ്രയോഗവൽക്കരിക്കുന്നതിലും ധാരാളം എഫേർട്ട് ഇടുകയും വേണം. ഖുർആൻ നമ്മുടെ സകല ജീവിത വ്യവഹാരങ്ങളുടെയും അടിസ്ഥാന ചോദനയായി മാറും വിധം സ്വീകരിക്കപ്പെടണം, മാനിക്കപ്പെടണം. ഇതാണ് അതിനോടുള്ള നസീഹത്ത് എന്ന് പറയുന്നത്. മൂന്നാമത്തത് നസീഹത്തു ലി റസൂൽ, റസൂലിനോടുള്ള, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നസീഹത്താണ്. അതെവിധമാണ്? അത്തസ്ദീഖു ബിനുബുവ്വതിഹി, ഒന്നാമത് അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തെ സത്യപ്പെടുത്തുക, അതിനെ സ്ഥിരീകരിക്കാൻ ശ്രമിക്കുക എന്നതാണ്. വഖബൂലി മാ ജാഅ ബിഹി വദഅ ഇലൈഹി, അദ്ദേഹം എന്താണോ നമുക്കായി സമർപ്പിച്ചത്, ഏതിലേക്കാണോ നമ്മൾ ക്ഷണിച്ചത്, അത് മുഴുവൻ അംഗീകരിക്കുക, സ്വീകരിക്കുക എന്നതാണ്. വബദലി ത്വഅതി ലഹു ഫീമാ അമറ വനഹ, ഏതൊക്കെ കാര്യങ്ങളാണോ നമുക്ക് വിരോധിച്ചത്, ഏതൊക്കെയാണോ നമ്മോട് കൽപ്പിച്ചത്, അതെല്ലാം അംഗീകരിച്ച് അതിനനുസരിച്ച് പാകപ്പെടാൻ ശ്രമിക്കുക എന്നതാണ്. അപ്പൊ അള്ളാഹുവിനോടും അവന്റെ കിതാബിനോടും അവന്റെ റസൂലിനോടുമുള്ള നസീഹത്ത് ഏതു വിധമായിരിക്കണമെന്ന് സാമാന്യമായി മനസ്സിലായി കഴിഞ്ഞു. അടുത്തത് അന്നസീഹത്തു ലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിം നേതൃത്വത്തോടും നമുക്ക് നസീഹത്തുണ്ടാവണം. അൽ വുലാത്ത് മിനൽ ഖുലഫാ റാഷിദീൻ ഫമൻ ബഅദഹും മിമ്മൻ യലി അംറ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ നേതൃത്വം, ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ ഒക്കെ ഏറ്റെടുത്തിരിക്കുന്ന ഖുലഫാ റാഷിദീങ്ങളും അവർക്ക് ശേഷമുള്ളവരുമൊക്കെ ആയിട്ടുള്ള നേതൃത്വങ്ങളാണ് ഇവിടെ അഇമ്മത്തുൽ മുസ്ലിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും ഈ ഉമ്മത്തിനെ, ഈ സമുദായത്തെ നയിക്കാൻ, അവർക്ക് ദിശാബോധം നൽകാൻ, അവരുടെ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും ഏറ്റെടുക്കാൻ ഒരു കൂട്ടം നേതൃത്വം ഉണ്ടായിരിക്കണമല്ലോ. നേതൃത്വം തങ്ങളുടെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുന്നത് അനുയായികളുടെ പിന്തുണയുടെയും കൂടി തണലിലാണ്. അതുകൊണ്ട് ബദലു ത്വഅതി ഫിൽ മഅറൂഫ്, നന്മയിലെല്ലാം അവരെ അനുസരിച്ചിരിക്കണം. നന്മയാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങളിലെല്ലാം അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അവർ തിന്മയിലേക്ക് ചായുന്ന പക്ഷം അവരെ തിരുത്താനുള്ള ബാധ്യതയും നമുക്കുണ്ട് എന്നാണ്. വജിഹാദിൽ കുഫാറി മഅഹും, കുഫാറുകളുമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് അവരുടെ കൂടെ ഉണ്ടാവണം. അദാഇ സ്വദഖാത്തി ഇലൈഹിം, ഭരണകൂടത്തിന്റെയും രാഷ്ട്രത്തിന്റെയും സുഗമമായ മുന്നോട്ടു പോക്കിനാവശ്യമായ വിധം നിയമങ്ങൾ അനുസരിക്കുകയും ടാക്സുകൾ പേ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട യോഗ്യരായ നേതൃത്വത്തോട് പൂർണ്ണമായ അനുസരണവും സഹകരണവും ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. വിഘടന ശ്രമങ്ങളും കലാപശ്രമങ്ങളുമെല്ലാം തങ്ങളുടെ മാത്രമല്ല രാഷ്ട്രത്തിന്റെ തന്നെ സ്വസ്ഥതയും സമാധാനവും കെടുത്തിക്കളയുന്നവയുമായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യോഗ്യരായ നേതൃത്വത്തെ തിരഞ്ഞെടുക്കാനുള്ള ബാധ്യത കൂടി നമുക്കുണ്ട് എന്നതാണ്.
മഹാനായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്ന നേരത്ത് പറയുന്നുണ്ട്, എന്നെ കൊണ്ട് സാധ്യമാകും വിധം ഞാൻ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് മുന്നോട്ട് പോകും. അന്നേരം നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. എവിടെയെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ ഉടനെ എന്നെ തിരുത്തുകയും വേണമെന്ന്. സമാനമായി രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യ പ്രഭാഷണം നടത്തുമ്പോൾ വേദിയിൽ നിന്ന് എഴുന്നേറ്റ് ഒരാൾ പറയുന്നുണ്ട്, താങ്കൾ എങ്ങാനും വഴി തെറ്റി നടന്നാൽ ഞങ്ങളുടെ വാളുകൾ താങ്കളെ ശരിപ്പെടുത്താൻ പിന്നാലെ കൂടുമെന്ന്. ഇവിധം നേതൃത്വത്തോട് അടിമത്വമോ അമിതമായ വിധേയത്വമോ അല്ല, മറിച്ച് മഅറൂഫിൽ സഹകരിക്കുകയും മുൻകറിൽ പരസ്പരം തിരുത്തുകയും ചെയ്യുക എന്ന ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്. അവസാനമായി അൻ-നസീഹതു ലിൽ ആമ്മ, പൊതുജനങ്ങളോടും നമുക്ക് നസീഹത്തുണ്ട്. അയ്യുഹിബ്ബ ലഹും മാ യുഹിബ്ബു ലിനഫ്സി, നമ്മൾ നമുക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നതെല്ലാം അവർക്കും കിട്ടണമെന്നൊരാഗ്രഹം ഉണ്ടാവണം. അയ്യക്രിഹ ലഹും മാ യക്രിഹു ലിനഫ്സി, നമുക്ക് അരോചകമായതെല്ലാം ജനങ്ങൾക്ക് മേലും ഭവിച്ചേക്കരുത് എന്നും നമ്മൾ ആഗ്രഹിക്കണം. വഇർഷാദിഹിം വഇസ്ലാഹിഹിം, പരസ്പരം നേരിലേക്ക് നയിക്കാനും പരസ്പരം സംസ്കരിക്കാനുമുള്ള ബാധ്യതയും നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. വഅംറുഹും ബിൽ മഅറൂഫ് വനഹീഹും അനിൽ മുൻകർ, മഅറൂഫുകൾ കൽപ്പിക്കാനും മുൻകറുകൾ വിരോധിക്കാനും പരസ്പര ബാധ്യതയുള്ളവരാണ് നമ്മൾ. കഫുൽ അദാൻഹും, ആരും ആരെയും ഉപദ്രവിക്കുന്ന ദ്രോഹിക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകരുത്. വസിത്രു ഔറാത്തിഹിം, പോരായ്മകളും ദുർബലതകളുമെല്ലാം മറച്ചുപിടിക്കണം. വതൗഖീരി കബീരിഹിം വശഫഖത്തി അലാ സ്വഗീരിഹിം, മുതിർന്നവരോട് ആദരവും ഇളയവരോട് വാത്സല്യവും കാണിക്കുകയും വേണം. ഇങ്ങനെ തുടങ്ങി സകലവിധേനയുമുള്ള നന്മ കാക്ഷിക്കുക, ആത്മാർത്ഥമായി ഗുണം ആഗ്രഹിക്കുക എന്നതാണ് ദീനിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വികാരം പരസ്പരം കാണിക്കാതെ ഇബാദാത്തുകളിൽ മാത്രം മുഴുകി ജീവിക്കുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ദീനിന്റെ അപൂർണതയാണ് സൂചിപ്പിക്കുന്നത്. ഇരുലോകത്തും രക്ഷപ്പെടണമെങ്കിൽ സുപ്രധാനമായ 4 കാര്യങ്ങൾ അള്ളാഹു എണ്ണി പറയുന്നുണ്ട് സൂറത്തുൽ അസ്റിൽ. ഈമാൻ ഉണ്ടാവണം, അമലു സ്വാലിഹാത്ത് ഉണ്ടാവണം, പിന്നെ സബർ കൊണ്ടും ഹക്ക് കൊണ്ടും പരസ്പരം ഗുണദോഷിക്കണം എന്നതാണ്. ഈ പരസ്പര ഗുണദോഷമില്ലെങ്കിൽ ഏതൊരു സമൂഹവും കെട്ടുപോകും, വഷളായിപ്പോകും, നശിച്ചു പോവുകയും ചെയ്യും. ഗുണദോഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അവകളെല്ലാം ഇതിനോട് ചേർത്ത് പറയാൻ സമയം അനുവദിക്കുന്നില്ല. എന്നാൽ പോലും ആത്മാർത്ഥതയുണ്ടാവണം, അനുകമ്പയുണ്ടാവണം, സ്വകാര്യമായിരിക്കുകയും വേണം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഒരു കവിതയിൽ ഇപ്രകാരം പറയുന്നുണ്ട്, തഅമദ്നി ബിനസ്ഹിക ഫീ ഇൻഫിറാദി വജന്നിബ്നി നസീഹ ഫിൽ ജമാഅ, ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ ഗുണദോഷവുമായി എന്നെ സഹായിക്കൂ, എന്റെ കൂടെ വരൂ. പക്ഷേ ഞാൻ ആൾക്കൂട്ടത്തിലിരിക്കുമ്പോൾ അത്തരം ശ്രമങ്ങൾ നടത്തരുതേ എന്ന്. അതെ, അതൊരു പക്ഷേ വിപരീത ഫലമുണ്ടാക്കിയെന്ന് വരാം. അപ്പൊ ആളും അർത്ഥവും നോക്കി സാഹചര്യങ്ങളും ചുറ്റുപാടുകളും പരിഗണിച്ച് കൃത്യമായ പദാവലികളും ഭാഷാ ശൈലിയും ഉപയോഗിച്ച് നന്മ മാത്രം ആഗ്രഹിച്ച് വേണം ഗുണദോഷങ്ങൾ നടത്താൻ. ഇവിധം അള്ളാഹുവിനോട്, കിതാബിനോട്, റസൂലിനോട്, മുസ്ലിം നേതൃത്വത്തോട്, പൊതുജനങ്ങളോട്, എല്ലാവരുടെയും നന്മ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അദ്ദീൻ അഥവാ ദീനുൽ ഇസ്ലാം എന്ന് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.